നമസ്കാരം. ഞാൻ ഡോക്ടർ അനൂപ്, കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപീഡിക് സർജനായി ജോലി ചെയ്യുന്നു. ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ഇരിഞ്ഞാലക്കുടയിലാണ്. നമുക്ക് ഇന്ന് നമ്മുടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്നിരുന്ന 3 രോഗികളുടെ രോഗവിവരങ്ങൾ ഒന്ന് നോക്കാം. ആദ്യത്തെ രോഗി 34 വയസ്സുള്ളൊരു സ്ത്രീയാണ്. അവർ വന്നത് അവരുടെ 2 കാൽമുട്ടിലും വേദനയായിട്ടാണ്. അതുപോലെ തന്നെ രാവിലെ ഉറക്കമൊഴിക്കുമ്പോൾ അവർക്ക് ഈ കൈ വിരലുകളിൽ ഒരു പിടുത്തവും വേദനയും ഉണ്ട്. അത് ഏകദേശം 1 മണിക്കൂറോളം കഴിയുമ്പോൾ അത് കുറയുന്നുമുണ്ട്. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 4 മാസത്തോളമായി. അടുത്ത രോഗി 56 വയസ്സുള്ളൊരു സ്ത്രീയാണ്. അവർക്ക് 2 കാൽമുട്ടിലും കൈയുടെ മുട്ടിലും വിരലുകളിലും തോളിലും ഒക്കെ വേദനയാണ്. ഒട്ടുമിക്ക ജോയിൻറ്റുകളിലും സന്ധികളിലും വേദനയാണ്. തുടങ്ങിയിട്ട് ഏകദേശം 9-10 മാസമായി. അടുത്ത രോഗി 70 വയസ്സുള്ള ഒരു ആളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ബുദ്ധിമുട്ടുകൾ കൈയുടെയും കാലിൻ്റെയും വിരലുകളിൽ വൈകല്യങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ ഈ കൈയുടെ കുഴ, 2 കൈയുടെയും കുഴ തെറ്റിക്കിടക്കുകയാണ്. അതിൽ വലത് കൈയിലാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനും ചെറിയ ജോലികൾ ചെയ്യാനും തന്നെയൊക്കെ ബുദ്ധിമുട്ടാണ്. അതിനൊരു പരിഹാരം കിട്ടുമോ എന്ന് അറിയാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 രോഗികളുടെ കാര്യം ഞാൻ എന്തിനാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, ഇവർ 3 പേർക്കും ഒരേ അസുഖം തന്നെയാണ്. ഒരേ അസുഖത്തിൻ്റെ പല സ്റ്റേജുകളിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഇത് എന്ത് അസുഖമാണ്? ഇത് നമ്മൾ സന്ധിവാതം, ആമവാതം, രക്തവാതം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ്. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റമിക് ഡിസീസാണ്. അതായത് ഇത് ഒന്നിൽ കൂടുതൽ അവയവങ്ങളെ ബാധിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ്. ഇത് പ്രധാനമായും ബാധിക്കുന്ന ഈ ജോയിൻറ്റുകളെയാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇത് ജോയിൻറ്റുകളെ കൂടാതെ കിഡ്നിയെയും ശ്വാസകോശത്തെയും ഹാർട്ടിനെയും ഒക്കെ ബാധിച്ചേക്കാം. സാധാരണഗതിയിൽ ഈ അസുഖം തുടങ്ങുന്നത് 30-50 വയസ്സിന് ഇടയിലാണ്. എന്നാൽ ഇത് 10-15 വയസ്സിനിടയിലുള്ളവരെയൊക്കെ ബാധിക്കാറുണ്ട്. അതിനെ നമ്മൾ ജുവനൈൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതിനെ ട്രിഗർ ചെയ്യുന്ന, അതിന് കാരണമാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും എന്തെങ്കിലും ഇൻഫെക്ഷൻ നമുക്കുണ്ടാവുക, ഇൻഫ്ലമേഷൻ, അതുപോലെ പുകവലി, ഇങ്ങനെയുള്ള കാരണങ്ങളാണ്. പിന്നെ ഇവന് ഒരു ജനിതക സ്വഭാവം കൂടിയുണ്ട്. HLA-DR4 എന്ന് പറയുന്ന ജീന് ഉള്ളവർക്ക് ആണ് ഇത് സാധാരണ ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, അതായത് വെളുത്ത രക്താണുക്കൾ മുഖേനയുള്ള പ്രവർത്തനം. 2 ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി, അഥവാ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനം. ഇനി ഇത് രണ്ടും കൂടാതെ ഒരു സിസ്റ്റം കൂടിയുണ്ട്, അവനെ കോംപ്ലിമെൻ്റ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന അസുഖം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2 സംവിധാനങ്ങൾ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ശരീരത്തിലെ തന്നെ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോഴാണ്, അവനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. ഇത് ജോയിൻറ്റുകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. നമ്മുടെ ജോയിൻറ്റിൻ്റെ ഒരു ആവരണമുണ്ട്, അവനെ സൈനോവിയം എന്നാണ് പറയുന്നത്. അതിന് 2 രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുക. ഒന്നുകിൽ ഈ സെൽ മീഡിയേറ്റഡ് അല്ലെങ്കിൽ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അവനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുകയോ കേടുപാട് ഉണ്ടാക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ശരീരത്തിൽ വേറെ ഉള്ള പ്രോട്ടീൻസുമായി റിയാക്ട് ചെയ്തിട്ട് ആ ഒരു ഇമ്മ്യൂൺ കോംപ്ലക്സ് ഉണ്ടാകുകയും അത് വന്ന് ഈ സൈനോവിയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അങ്ങനെയും കേടുപാട് ഉണ്ടാവാം. ഇതാണ് 2 രീതികൾ.
ഇത് ആദ്യം സൈനോവിയത്തെ ബാധിക്കുകയും സൈനോവിയത്തിൻ്റെ കട്ടി കൂടുകയും ചെയ്യുന്നു. അതിലൂടെയാണ് ഈ ജോയിൻറ്റുകൾക്ക് വേദനയും പിടുത്തവും ഉണ്ടാവുന്നത്. ക്രമേണ ഇത് ജോയിൻറ്റിൻ്റെ കാർട്ടിലേജ് അതിനെ ബാധിക്കുന്നു. അത് കഴിഞ്ഞ് ഇത് ക്രമേണ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള അസ്ഥികളെയും ബാധിക്കുന്നു. അങ്ങനെ ഈ ജോയിൻ്റ് തന്നെ മൊത്തത്തിൽ കേടാവുന്നു. ആ സാഹചര്യത്തിലാണ് ഈ ജോയിൻറ്റുകൾ സ്ഥാനം തെറ്റുകയും അതിനെ സബ്ലക്സേഷൻ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ സമയം കഴിയുന്നതോറും ഇങ്ങനെ ഓരോ സ്റ്റേജായിട്ടാണ് സംഭവിക്കുന്നത്. നമുക്കിനി ഈ അസുഖത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ അസുഖത്തിന് പല സ്റ്റേജുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ രോഗിയെ കാണുന്ന ഏത് സ്റ്റേജാണ് എന്നതനുസരിച്ചിരിക്കും രോഗിയുടെ ലക്ഷണങ്ങൾ. എന്നാലും ഇതിൻ്റെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മോർണിംഗ് സ്റ്റിഫ്നെസ് ആണ്. അതായത് രാവിലെ നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ ഈ വിരലുകൾക്കൊരു പിടുത്തവും വേദനയും ഉണ്ടാവും. അത് ക്രമേണ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് മാറിപ്പോവുകയും ചെയ്യും. അത് ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത് സിമെട്രിക്കൽ ഇൻവോൾവ്മെൻറ്റ്. അതായത് ഏകദേശം ഇപ്പോൾ ഒരു തോളിനെ ബാധിച്ചാൽ മിക്കവാറും മറ്റേ തോളിനെയും ബാധിക്കും. അതായത് ഒരുപോലത്തെ 2 ജോയിൻറ്റുകളെ ഒരുപോലെ ബാധിച്ച് പോകുന്ന ഒരു സ്വഭാവം ഈ അസുഖത്തിനുണ്ട്. അതുപോലെ തന്നെ റിമിഷൻസ് ആൻഡ് എക്സാസെറിബ്രേഷൻസ്. അതായത് ഈ അസുഖം ഇടയ്ക്ക് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ഇത് അതിൻ്റെ മറ്റൊരു സ്വഭാവമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ അസുഖം പല സ്റ്റേജുകളിലാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ഈ മോർണിംഗ് സ്റ്റിഫ്നെസ് പിന്നെ ചെറിയ ജോയിൻറ്റ് പെയിനൊക്കെ കാണത്തുള്ളൂ. അത് സാധാരണഗതിയിൽ മരുന്ന് കൊണ്ട് മാറാറുമുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ് എസ്റ്റാബ്ലിഷ്ഡ് ഡിസീസാണ്. അത് ഈ സൈനോവിയം എന്ന് പറയുന്ന ജോയിൻ്റ് ആവരണത്തെ സ്ഥിരമായി ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റേജാണ്. അത് കാരണം തന്നെ ജോയിൻറ്റിൽ സ്ഥിരമായിട്ട് വേദനയും ഈ സൈനോവിയം കട്ടിയാകുകയും അത് കാരണം ജോയിൻ്റ് ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്ത സ്റ്റേജിൽ ഇത് കാർട്ടിലേജിനെയും അസ്ഥിയെയും ഒക്കെ നശിപ്പിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഈ ഡിഫോമിറ്റീസ് അല്ലെ വൈകല്യങ്ങൾ കണ്ട് തുടങ്ങുന്നത്. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ആയിട്ട് നല്ല രീതിയിൽ കാർട്ടിലേജും അസ്ഥികളും ഒക്കെ ഡാമേജ് ആകുമ്പോഴത്തേക്കാണ് ഈ ജോയിൻറ്റുകൾ സ്ഥാനം തെറ്റി സബ്ലക്സേഷൻസ് ഉണ്ടാകുന്നത്. ഈ അസുഖത്തിൽ സാധാരണ കാണുന്ന ഡിഫോമിറ്റീസ് കൂടുതലും കൈയുടെയും കാലിൻ്റെയും വിരലുകളിലായിരിക്കും. ഈ കൈയുടെ വിരലുകൾ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു പോകാറുണ്ട്. അതുപോലെ ഇങ്ങനെ സ്വാൻ നെക്ക് ഡിഫോമിറ്റി എന്ന് പറഞ്ഞ ഡിഫോമിറ്റി കാണാറുണ്ട്. കാലിൽ ഇങ്ങനെ ക്ലോ ടോസ്, അതുപോലെ തള്ളവിരൽ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞ് ഹോലക്സ് വാൽഗസ് എന്ന ഡിഫോമിറ്റി, ഇതൊക്കെയാണ് സാധാരണ ഇതിൽ കാണാറുള്ളത്. അവസാനത്തെ സ്റ്റേജുകളിലൊക്കെ ആകുമ്പോഴത്തേക്കും ജോയിൻ്റ് തന്നെ തെറ്റി സബ്ലക്സേഷൻസും ഡിസ്ലൊക്കേഷൻസും ഉണ്ടാവാറുണ്ട്. ഇനി ഇതിൽ എക്സ്റേക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് നോക്കാം. തുടക്കത്തിൽ എക്സ്റേയിൽ കാര്യമായിട്ടൊന്നും കാണത്തില്ല. എന്നാൽ അവസാന സ്റ്റേജുകളിലേക്ക് എത്തുമ്പോൾ ഈ ജോയിൻറ്റിൻ്റെ സ്പേസ് കുറഞ്ഞതായി കാണാൻ പറ്റും. അതുപോലെ തന്നെ അവൻ്റെ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലിൻ്റെ കട്ടി അതും കുറഞ്ഞതായി കാണാൻ പറ്റുന്നതാണ്. അടുത്തതായി ഇതിൻ്റെ രോഗം നിർണ്ണയിക്കുന്നതിനായി ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിലൊന്ന്, ഇതെല്ലാം ബ്ലഡിലാണ് ചെയ്യുന്നത്. അതിലൊന്ന് RA ഫാക്ടറാണ്. ഇത് ഒരു ആൻറ്റിബോഡിക്കെതിരെയുള്ള ആൻറ്റിബോഡിയാണ്. ഇതിനൊക്കെ ഈ രോഗം ഉണ്ടാക്കുന്നതിൽ ഒരു റോളുണ്ട്. രണ്ടാമത്തത് CCP ആൻറ്റിബോഡി എന്ന് പറയും. ആൻറ്റി സിട്രുലിനേറ്റഡ് സൈക്ലിക് പെപ്റ്റൈഡ് ആൻറ്റിബോഡി എന്നാണ് അതിന് ഫുൾ ഫോം പറയുന്നത്. ഇത് നമ്മുടെ പ്രോട്ടീനുകളിൽ ആർജിനിൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡ് ഉണ്ട്. അവന് PDA പെപ്റ്റിഡൈൽ ഡി അമിനേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അത് സിട്രുലിൻ ആക്കി മാറ്റും. ഈ സിട്രുലിൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ ശരീരം അതിനെ പുറത്തു നിന്നുള്ള ഒരു ത്രെട്ടായിട്ട് കൺസിഡർ ചെയ്യുകയും കണക്കാക്കുകയും അവനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ CCP ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഈ അസുഖത്തിൻ്റെ
ഡയഗ്നോസ് ചെയ്യാനായി സഹായിക്കുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ നോക്കുന്ന ടെസ്റ്റാണ് ESR. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, എർത്രോ സെഡിമെൻറ്റേഷൻ റേറ്റ്. പിന്നെ CRP അഥവാ സി റിയാക്റ്റീവ് പ്രോട്ടീൻ. ഇത് രണ്ടും ഈ അസുഖത്തിൽ സാധാരണ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ RA ഫാക്ടർ 80% ആൾക്കാരിൽ മാത്രമേ പോസിറ്റീവായി കാണാറുള്ളൂ. ബാക്കി 20% ആൾക്കാർ നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ RA ഫാക്ടർ നെഗറ്റീവാണ്, എന്നാൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രോഗം ഉള്ളതായി കണക്കാക്കി അവരെ ചികിത്സിക്കേണ്ടതാണ്. അതുപോലെ CCP ആൻറ്റിബോഡി പോസിറ്റീവ് ആണെങ്കിൽ 95% ഈ അസുഖമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചികിത്സയിലേക്ക് വരാം. ഈ വേദനയ്ക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ വേദന സംഹാരികൾ തന്നെയാണ് കൊടുക്കുന്നത്. അസുഖം എസ്റ്റാബ്ലിഷ്ഡ് ഡിസീസ് ആണെങ്കിൽ നമ്മൾ DMRDs എന്ന് പറയുന്ന ഡിസീസ് മോഡിഫയിങ് ഏജൻസ് അത് കൊടുക്കേണ്ടതാണ്. അതിൽ സാധാരണ കൊടുക്കുന്നത് മെത്തോട്രക്സൈറ്റ് എന്ന് പറയുന്ന മരുന്ന്, പിന്നെ നമ്മൾ മലേറിയയ്ക്ക് കൊടുക്കുന്ന HCQS ഹൈഡ്രോക്സി ക്ലോറോക്വിനൈൻ സൾഫേറ്റ് എന്ന് പറയുന്ന മരുന്ന്, അതുപോലെ ലെഫ്ലുനമൈഡ്, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ഡ്രഗ്സ് ഉണ്ട്, ട്രാണസെപ്റ്റ് എന്നൊക്കെ പറയുന്ന. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡ്രഗ്സാണ്. അത് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കാറില്ല. ഒത്തിരി അസുഖം കൂടിയ സ്റ്റേജിൽ ഒത്തിരി വില കൂടുതലാണ്. അത് താങ്ങാൻ പറ്റുന്നവർക്കാണ് സാധാരണ കൊടുക്കാറുള്ളത്. പിന്നെ ഉള്ളത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. ഒന്ന് ഈ സൈനോവെക്ടമി എന്ന് പറയും. അതായത് ഈ കട്ടിയായ സൈനോവ്യത്തെ നമ്മൾ നീക്കം ചെയ്ത് കൊടുക്കുന്ന ഒരു സർജറി ഉണ്ട്. പിന്നെയുള്ള സർജറികളെല്ലാം സ്പെസിഫിക് സർജറീസാണ്. അതായത് എന്ത് ഡീഫോമിറ്റി ഇല്ല, വൈകല്യമാണോ ഉണ്ടായത് അത് കറക്റ്റ് ചെയ്യാനുള്ള സർജറീസ്. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് 70 വയസ്സുള്ള ആൾ വന്നതുപോലെ പുള്ളിക്ക് നമുക്ക് എന്ത് സർജറി ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് നോക്കിയിട്ട് ഓരോരുത്തർക്കും ആ സാഹചര്യത്തിന് ചേരുന്ന രീതിയിലുള്ള സർജറികൾ നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.